പലപ്പോഴും ജീവജാലങ്ങൾക്കൊക്കെ കൈത്താങ്ങായി എത്തുന്ന രക്ഷകരായി എത്തുന്ന ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരെ കുറിച്ചും മറ്റു മനുഷ്യരെ കുറിച്ചും ഒക്കെ നമ്മൾ പറയാറുണ്ടല്ലേ. അങ്ങനെയുള്ള രക്ഷാപ്രവർത്തനത്തിന്റെ ചില വിവരങ്ങളിലേക്ക് നമുക്ക് ആദ്യം പോകാം. തിരുവനന്തപുരം വിഴിഞ്ഞത്ത് 120 അടിയോളം താഴ്ചയുള്ള കിണറ്റിലേക്ക് വീണ ആടിനെ രക്ഷപ്പെടുത്തി. വിഴിഞ്ഞം പൂങ്കുളത്തെ വീട്ടിൽ വളർത്തിയിരുന്ന ആടാണ് കിണറ്റിലേക്ക് വീണത്. മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് അഗ്നിരക്ഷാസേന ആടിനെ രക്ഷപ്പെടുത്തിയത്. 2 മണിക്കൂർ നീണ്ട രക്ഷാപ്രവർത്തനം. അഗ്നിരക്ഷാസേനാംഗം താഴേക്കിറങ്ങും വഴി കിണറ്റിന്റെ കൈവരി ഇടിഞ്ഞു. പ്രതിസന്ധികൾ കടന്ന് കിണറ്റിൽ വീണ ആടിനെ പുറത്തെടുത്തപ്പോൾ രക്ഷാപ്രവർത്തകർ പരസ്പരം ചോദിച്ച ചോദ്യം ഇതാണ്. കഴിഞ്ഞ ദിവസമാണ് വീടിന് മുന്നിൽ കെട്ടിയിരുന്ന ആട് വല്ലാത്ത രീതിയിൽ ബഹളം വെച്ചത്. പുറത്തേക്കിറങ്ങിയപ്പോഴാണ് ആടിനെ കാണാനില്ലെന്ന് മനസ്സിലായത്. തിരച്ചിലിനൊടുവിലാണ് 120 അടി താഴ്ചയുള്ള കിണറ്റിലേക്ക് ആട് വീണെന്ന് മനസ്സിലായത്. തൊഴുത്തിൽ കെട്ടിയിരുന്നു, നോക്കിയിട്ട് കാണാനില്ല. ഇവിടെ എല്ലായിടവും നോക്കി, കണ്ടില്ല. തിരിച്ച് ഇവിടെ വന്നപ്പോൾ ഒരു ഡൗട്ട് കൊണ്ടാണ് ഞാൻ കിണറ്റിലോട്ട് നോക്കിയത്. അപ്പോഴതിനകത്ത് കിടന്നു. വലയുണ്ട്, നെറ്റുണ്ടായിരുന്നു ഇതിൻ്റെ പുറത്ത്, അത് പോയി. പട്ടിയെല്ലാം ഓട്ടിച്ചതാണുണ്ട്. പിന്നാലെ അഗ്നിരക്ഷാസേന സ്ഥലത്തെത്തി. ഓക്സിജൻ സജ്ജീകരണം ഉപയോഗിച്ച് കിണറ്റിലേക്ക് ഇറങ്ങി. നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് ആടിനെ ജീവനോടെ പുറത്തെടുത്തത്. വിഴിഞ്ഞം അഗ്നിരക്ഷാസേന യൂണിറ്റിലെ അംഗങ്ങളാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം. രാഹുൽ ജി നാഥാണ് നമ്മുടെ കൂടെയുള്ളത്. രാഹുലെ, സ്വന്തം വീട്ടിൽ വളർത്തുന്ന മൃഗങ്ങളൊക്കെയാണ്, അതിനെന്തേലും ആപത്തൊക്കെ സംഭവിച്ചു പോവുകയാണെങ്കിൽ പകുതി ജീവനും പോകുന്ന അവസ്ഥയിലായിരിക്കും എല്ലാവരും. ഇനി വീട്ടിലെ ആയാലും അതല്ലെങ്കിൽ പുറത്തുള്ളയാലും കാട്ടിലുള്ളയാലും എന്തെങ്കിലും ആപത്ത് പറ്റിയാൽ ഓടി വരുന്ന ഫയർഫോഴ്സ് സേന നമുക്കുണ്ട്. നന്മ നിറഞ്ഞ ചില മനുഷ്യരുണ്ട്. എന്തായാലും എല്ലാവരോടും ചേർന്ന് ആടിനെ രക്ഷിച്ചിട്ടുണ്ട്. കുറേ നേരം എടുത്തോ ഇങ്ങനെ രക്ഷപ്പെടുത്താൻ? അത് ഏതാണ്ട് 2 മണിക്കൂറിനടുത്ത് എടുത്തു എന്നുള്ളതാണ്. പൂജ സൂചിപ്പിച്ച ആ സ്നേഹവും ആ പ്രതീക്ഷയും എല്ലാം നമ്മൾ ഒടുവിൽ നൽകുന്നത് ഈ അഗ്നിരക്ഷാസേനാ ഉദ്യോഗസ്ഥർക്കാണ്. കാരണം മാസങ്ങൾക്ക് മുമ്പ് ഈ മോതിരം, അവിടെ നിന്നാണ് കാര്യങ്ങൾ തുടങ്ങുന്നത്. അതായത് മോതിരം കയ്യിൽ കുടുങ്ങുമ്പോൾ അത് ഊരിയെടുക്കാൻ വേണ്ടിയിട്ട് ഫയർഫോഴ്സുകാർ കുറേയധികം കേസുകൾ അങ്ങനെ റിപ്പോർട്ട് ചെയ്തിരുന്നു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് വാർത്ത ചെയ്യാൻ പോയി. അപ്പോൾ അവിടെ മുതൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വരെ ചെയ്യും. ഇതിപ്പം ഒരു എന്താ പറയുക, തുടക്കം മുതൽ ഒടുക്കം വരെ എന്നുള്ള രീതിയിലല്ല. പക്ഷേ ഈ പറഞ്ഞ ആളുകളെ രക്ഷിക്കുക, ജീവികളെ രക്ഷിക്കുക. അപ്പോൾ ഇത് 120 അടി താഴ്ചയുള്ള കിണറാണ്, എന്തുണ്ടെന്നറിയില്ല. ഈ ഓക്സിജൻ്റെ ദൗർലഭ്യം ഉണ്ടാകും. അപ്പോൾ ഇതെല്ലാം മറികടന്ന് വേണം ഈ അഗ്നിരക്ഷാ സേനാംഗങ്ങൾക്ക് ഇത് ചെയ്യാൻ. അപ്പോൾ ചെയ്ത് കഴിയുമ്പോൾ ഇത് തിരിച്ചു കയറി വന്ന് ഇങ്ങനെ തണുത്ത് നിൽക്കുന്ന ആടിനെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ഇത് രക്ഷപ്പെടുമോ എന്ന് ആട് കരുതിയിരുന്നില്ല. എന്നാൽ ഇത്രയും വലിയ കിണറ്റിൽ പോയാലോ, ഞങ്ങൾ വെള്ളം പോലും എടുക്കാത്ത കിണറാണ്, ഇവിടെ നിന്ന് എങ്ങനെ രക്ഷപ്പെടുത്തും എന്നുള്ള ആശങ്ക വീട്ടുകാർക്കുണ്ട്. അതെല്ലാം മാറ്റിക്കൊടുത്തത് അഗ്നിരക്ഷാ സേനയാണ്. അവരുടെ പരിശീലനവും അവരുടെ ആ ഒരു എന്താ പറയുക, ഒരു മനസാന്നിധ്യവും ഒക്കെയാണ്, അവരുടെ സന്നദ്ധതയാണ്. ഇതെല്ലാം നമ്മൾ പല ഘട്ടങ്ങളിൽ കാണുന്നു. ഇങ്ങനെ ഓരോ വാർത്ത കാണുമ്പോഴും കൊടുക്കുന്നതും ആ പരിശ്രമത്തിന് ഒരു എന്താ പറയുക, പകരമായി എന്ത് നൽകാൻ കഴിയുമെന്ന്, ഇങ്ങനെയൊക്കെ അവരെ ഈ പൊതുമണ്ഡലത്തിലേക്ക് ജനങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയുമെന്നുള്ള ഒരു എന്താ പറയുക, ഒരു ഉറപ്പും കൂടിയാണ് നമ്മൾ നൽകുന്നത്. അതായത് ഈ പ്രവർത്തനങ്ങൾ തുടരും തന്നെയാണ് നമുക്ക് പറയാനുള്ളത്. കാരണം ഓരോ കേസ് കഴിഞ്ഞ് വിളിക്കുമ്പോഴും, തീപിടുത്തമായിക്കോട്ടെ, എല്ലാം കഴിയുമ്പോൾ അവർ കൈമെയ് മറന്നുകൊണ്ടാണ് ഇതെല്ലാ പ്രവർത്തനങ്ങളും ചെയ്യുന്നത്. ഇവിടെ ഈ പറഞ്ഞതുപോലെ ആടിനെ അവർ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നില്ല. ആ പ്രതീക്ഷയ്ക്ക് അപ്പുറത്ത് നിന്നുകൊണ്ടാണ് കയറിൽ കെട്ടി തൂങ്ങി ഇറങ്ങുന്നത്. ആ കൈവരി, ഈ കണ്ടന കൈവരി ആ സമയത്ത് ഇടിയുകയും ചെയ്തു. അപ്പോൾ കൂടെയുള്ള ആൾക്ക് പരിക്കുണ്ടോ, അപ്പം ഈ ആടിന് ജീവനുണ്ടോ എന്നുള്ള 2 ചോദ്യമാണ് അവർ ചോദിക്കുന്നത്. ആ 2 ചോദ്യത്തിൽ അവരുടെ മുഴുവൻ ആശയവുമുണ്ട്. ജീവനോടെ എത്തിക്കാൻ കഴിഞ്ഞുള്ള ഒരു ആശ്വാസത്തിലും സന്തോഷത്തിലുമാണ് അവരുള്ളത്, വീട്ടുകാരും. ശരി, അങ്ങനെ ചെറിയൊരു പ്രശ്നമൊക്കെ ഇടയ്ക്കുണ്ടായി. എന്ത് തന്നെ ആയാലും ഈ പറയുന്ന പോലെയാണ്, വിളിച്ചാൽ ഓടി എത്തിക്കോളും. അവരവരുടെ 100% അവരുടെ ആത്മാർത്ഥത അവരവർ കൊടുക്കുക തന്നെ ചെയ്യും. എത്ര റിപ്പോർട്ടുകൾ കണ്ടിട്ടുണ്ടല്ലേ. ശരി രാഹുലെ.